Hey, now I am explaining about how item creation. So first item create ചെയ്യുമ്പോൾ ഇവിടെ ഐറ്റം ലിസ്റ്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഐറ്റം ലിസ്റ്റ് സെർച്ച് ചെയ്തു. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഇപ്പോൾ കറൻറ്റ്ലി എനിക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. സോ പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ആഡ് ഐറ്റം കൊടുക്കുക. ഏതൊരു കാര്യമായാലും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിനനുസരിച്ച് ഇവിടെ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ കറൻറ്റ്ലി എനിക്ക് കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. സോ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ ആവശ്യമുള്ള മൊഡ്യൂൾസ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഐറ്റം ഇവിടെ ക്വിക്ക് എക്സൽ കാണാം. ഓക്കെ, അങ്ങനെയും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം. സോ ഐറ്റം ഞാൻ സെർച്ച് ചെയ്തു, ഐറ്റം ലിസ്റ്റ് എടുത്തു. ദെൻ ആഡ് ഐറ്റം, ഇതിൽ എഡിറ്റ് ഫുൾ ഫോം കൊടുക്കാം. ഓക്കെ, സോ ഐറ്റം കോഡ് ലെറ്റ്സ് സേ ലൈക്ക് ഓക്കെ, ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു ഐറ്റം കോഡ് കൊടുത്തു. ഇനി എൻ്റെ ഐറ്റം വരുന്നത് ഐസ്ക്രീമാണ്. ഓക്കെ, ദെൻ ഐറ്റം ഗ്രൂപ്പ്. ഈ ഐറ്റം ഗ്രൂപ്പ് ആയാലും നമുക്കിവിടെ കുറച്ച് ഡിഫോൾട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് പുതിയൊരു ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ന്യൂ ഐറ്റം ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഐസ്ക്രീം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. സോ എനിക്ക് പുതിയ ഐറ്റം ഗ്രൂപ്പ് ഉണ്ടാക്കണം. സോ അതിന് ഐറ്റം ഗ്രൂപ്പ് നെയിം ലൈക്ക് ആരോണെന്ന് കൊടുത്തു. ഓക്കെ, ഇതെൻ്റെ ഐറ്റം. ഇനി ഇത് പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഗ്രൂപ്പ് കൊടുക്കുക. സോ പേരൻ്റ് ഗ്രൂപ്പ് കൊടുത്തു. ഞാൻ ആരോൺ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇവിടെ ആരോൺ വന്നിട്ടുണ്ട്. ഇനി ആരോണിൻ്റെ അണ്ടറിൽ വേറെ സബ് കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കാം. എന്നിട്ട് അതിൽ ഞാൻ കുൽഫി എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റെ പാരൻ്റ് കാറ്റഗറി ആരോണാണ്. ഓക്കെ, സോ അത് ചൂസ് ചെയ്തു. ദെൻ സേവ്. സോ ഇപ്പോൾ നമ്മളൊരു ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതായത് കാറ്റഗറി. സോ എൻ്റെ ഐറ്റം ഗ്രൂപ്പ് വരുന്ന കുൽഫിയാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡിഫോൾട്ട് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് അത് നമുക്ക് നമ്പേഴ്സ് ഉണ്ടാവും. അതെല്ലാം കാർട്ടൂൺ ആണെങ്കിൽ കാർട്ടൂൺ എങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഡിഫോൾട്ട് UM ഉണ്ട്. യൂണിറ്റ്, സെറ്റ്, പെയർ, നോസ് എന്ന് വെച്ചാൽ നമ്പേഴ്സ്, മീറ്റർ, കാലിബർ കാര്യങ്ങളുണ്ട്. ഇനി ഇതും ഇതേപോലെ തന്നെ പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ UM കൊടുക്കാം. ലൈക്ക് വരുന്നത് CTN എന്ന് കൊടുത്തു, അതായത് കാർട്ടൂൺ എന്നുള്ളത്, അതായത് ബോട്ട്സ് എന്നുള്ളൊരു ഇത് കൊടുത്തു. സോ ഞാൻ ഡിഫോൾട്ടായിട്ട് എൻ്റെ ഈ ഐറ്റം വരുന്നത് കാർട്ടൂണാണ്. അതായത് ഞാൻ സെല്ല് ചെയ്യണത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് ഡിഫോൾട്ട് ആക്കിയിട്ട് കാർട്ടൂണിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത് കാർട്ടൂണിലാണ്. മേ ബി നമ്മൾ പീസിലും സെല്ല് ചെയ്യും, അല്ലെങ്കിൽ പീസിലും പർച്ചേസ് ചെയ്യും. പക്ഷേ ഒരു ഐറ്റത്തിന് ഡിഫോൾട്ട് UM ഉണ്ടാവുമല്ലോ. സോ അത് ഞാൻ കാർട്ടൂൺ കൊടുത്തു. ഇനി അതെല്ലാം പീസാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ NOS കൊടുത്തു. ഓക്കെ, നമ്പേഴ്സ് എന്നുള്ളത്. ഇതിൽ പിന്നെ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി ടിക്കഡ് ആവും. അതായത് നമ്മൾ മെയിൻറ്റെയിൻ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിങ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ. മേ ബി ചിലപ്പോൾ നമുക്ക് സർവീസ് ഐറ്റം ഉണ്ടാവും. അതായത് നമ്മൾ കമ്പനി വെഹിക്കിൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർവീസായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് അൺചെക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, അതായത് നമ്മൾ വെയർ ഹൗസിൽ നിന്ന് സ്റ്റോക്ക് ഡിഡക്റ്റ് ആവണ്ട എന്നാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക് അൺചെക്ക് ചെയ്ത് വിടാം. ഓക്കെ, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഐറ്റം മാസ്റ്റർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ വാല്യൂഷൻ റേറ്റും കൊടുക്കാം, അതേപോലെ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് റേറ്റും കൊടുക്കാം. ഈ മൂന്ന് നമുക്ക് ഇവിടെ കൊടുക്കുകയും ചെയ്യാം. ഇതല്ലാതെ വേറെ മെത്തേഡും ഉണ്ട്, അതും കൊടുക്കാം. ഇതൊന്നും മാൻഡറ്ററി അല്ല. മാൻഡറ്ററി നമുക്ക് ആകെ വരുന്നത് ഐറ്റം കോഡ്, ഐറ്റം നെയിം, ഐറ്റം ഗ്രൂപ്പ് ആൻഡ് ഡിഫോൾട്ട് UM. ഓക്കെ, ദെൻ ഇവിടെ ആൾട്ടർനേറ്റീവ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അതായത് ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും അതിനായി ബന്ധപ്പെട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കേസ് പറഞ്ഞു, ഞാൻ പീസിലും സെല്ല് ചെയ്യും, അതേപോലെ തന്നെ കാർട്ടൂണും സെല്ല് ചെയ്യുന്നുള്ളത്. ആ കേസിൽ എനിക്ക് മൾട്ടിപ്പിൾ UM ഉണ്ട്. സോ അതിവിടെ മൾട്ടിപ്പിൾ UM കൊടുക്കും. ഓക്കെ, സോ
അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് ചെയ്യുമ്പോൾ വരുന്ന പീസാണ്. ഓക്കെ, നമ്പേഴ്സ് അത്. അപ്പോൾ ഞാൻ കാർട്ടൂണിൽ വെക്കുന്നുണ്ട്. സോ കാർട്ടൂൺ CTN സെർച്ച് ചെയ്യുന്നു, CTN കൊടുത്തു. ദെൻ അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ, അതായത് ഒരു ബോക്സിൽ എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത്. ലെറ്റ്സ് 12 ആണെന്നുണ്ടെങ്കിൽ 1/12. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ ഫാക്ടർ വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് അനുസരിച്ചിട്ട് എന്താണോ കൺവേർഷൻ ഫാക്ടർ വന്നത് ആ കൺവേർഷൻ ഫാക്ടർ ഇവിടെ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളാക്കി കൊടുക്കുകയാണ്. ഓക്കെ, സോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഫാക്ടർ ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഐസ്ക്രീം എന്നുള്ള ഐറ്റം കാർട്ടൂണിൽ വെക്കുമ്പോൾ നമുക്ക് സ്റ്റോക്കിൽ നിന്ന് ഡിഡക്റ്റ് ആവേണ്ടത് പീസസ് വൈസ് ആണ്, കാരണം നമ്മൾ ഡിഫോൾട്ട് വരുന്നത് പീസിലാണ്. പക്ഷേ നമ്മൾ സെല് ചെയ്യുന്ന കാർട്ടൂണാണ്. അപ്പോൾ ഒരു ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ 12 പീസ് നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് പോകണം. അതിനാണ് ഈ കൺവേർഷൻ ഫാക്ടർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഞാനത് കൊടുത്തു. പിന്നെ ഇതിലിപ്പോൾ കുറേ ടാബുകൾ കാണാം, ലൈക്ക് മൊബൈൽ, ഇൻവെൻട്രി, അക്കൗണ്ടിങ്, പർച്ചേസ്, സെയിൽസ്, ടാക്സ്, ക്വാളിറ്റി, മാനുഫാക്ചർ, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം ഫില്ല് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ബിസിനസ് സെറ്റപ്പ്. ഇപ്പോൾ ഇതിലിപ്പോൾ അക്കൗണ്ടിങ്ങിൽ ചെന്നാൽ ഡിഫോൾട്ട് വെയർ ഹൗസ് കമ്പനിയൊക്കെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കമ്പനി വരുന്നത് ഇതാണ്. സോ ഞാൻ ഡിഫോൾട്ട് ഇതേപോലെ വെയർ ഹൗസ് ഇവിടെ കുറച്ചുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്, സ്റ്റോർ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ ഉള്ള വെയർ ഹൗസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് പുതിയൊരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ന്യൂ വെയർ ഹൗസ് കൊടുത്താൽ നമുക്ക് വെയർ ഹൗസ് കിട്ടും. ലെറ്റ്സ് ഷാർജയിലാണ് ഇതിൻ്റെ ഒരു വെയർ ഹൗസ് ഉള്ളത്. സോ ഞാൻ ആ ഷാർജ കൊടുത്തു. ഇതിന് പാരൻ്റ് ഒന്നുമില്ല. പാരൻ്റ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൊടുക്കാം. സോ ഞാൻ ഷാർജ കൊടുത്തു. അപ്പോൾ ഷാർജ എന്നുള്ള വെയർ ഹൗസ് തുടങ്ങും. ഇവിടെ AS വരാൻ കാരണം എൻ്റെ കമ്പനി നെയിമാണ്. ഓക്കെ, സോ ഷാർജ കൊടുത്തു. പിന്നെ പർച്ചേസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇതും മാൻഡറ്ററി അല്ല, ഇതൊക്കെ നമുക്ക് ഡിപ്പെൻസ് ആണ്. സോ അതേപോലെ തന്നെ സെയിൽസ് വരും, ആൻഡ് ടാക്സ്, ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഓക്കെ, സോ എനിക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ ആഡ് ചെയ്തു. ദെൻ ഞാൻ സേവ് ചെയ്യുന്നു. സോ ഒരു പുതിയൊരു ഐറ്റം സേവായി. ഇനിയിപ്പോൾ ഇവിടെ ഐറ്റം ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം എന്നുള്ള ഐറ്റം സേവായി. എനിക്കിപ്പോൾ അത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ID അതായത് നമ്മൾ ഐറ്റം കോഡ് കൊടുത്തല്ലോ, ഐറ്റം കോഡും സെർച്ച് ചെയ്യാം. അതല്ല ഐറ്റം നെയിം ആയാലും ഇവിടെ ഇതേപോലെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ID ആണെന്നുണ്ടെങ്കിൽ ഞാൻ IC സെലക്ട് സെർച്ച് ചെയ്താൽ ഐസ്ക്രീം എന്നുള്ള വന്നു. ഓക്കെ, ദെൻ എനിക്ക് ഐറ്റം നെയിമാണ് അറിയില്ല. സോ ഞാനിവിടെ ഐസ്ക്രീം എന്ന് സെർച്ച് ചെയ്താൽ ആ ഐറ്റം നെയിമും ഐറ്റവും ഇവിടെ വരും. നമുക്ക് ഗ്രൂപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യാം. നേരത്തെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമുക്ക് മൾട്ടിപ്പിൾസ് ഹൺഡ്രഡ്സ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വൈസ് ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. സോ ഇപ്പോൾ അരുൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അരുൺ എന്ന ഗ്രൂപ്പിലുള്ള ഐസ്ക്രീം ഇവിടെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്രിയേറ്റ് ആൻ ഐറ്റം. ഓക്കെ.